ഫ്രൂട്ട്സ് കടയിൽ നിന്നാണോ തുടക്കം വിചാരിക്കലേ? നമുക്ക് ഫ്രൂട്ട്സും വാങ്ങിച്ചിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. വേറെ എവിടേക്കുമല്ല, എൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്ക്, അതായത് ഞങ്ങളുടെ തറവാട്ടിലേക്ക്. ഇന്ന് അവിടെ ഒരു കുഞ്ഞു സൽക്കാരം നടക്കുന്നുണ്ട്. ഇതൊരു ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ്. ഒരു ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ കുറച്ചധികം പഴക്കമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. എൻ്റെ മടി കാരണം ഞാനിത് അപ്ലോഡ് ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ സാൻവിക്ക് അന്ന് ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു. സാൻവിനെയും കൂട്ടിയിട്ട് നമ്മൾ അവിടേക്ക് പോവാണ്. അപ്പോൾ എന്താ വിശേഷം എന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു കസിൻ്റെ മാരേജ് കഴിഞ്ഞിട്ടുള്ളത് കണ്ടിട്ടുണ്ടല്ലോ, അവളെ ക്ഷണിച്ചിട്ടുണ്ട് നമ്മളുടെ അച്ഛൻ്റെ വീട്ടിലേക്ക്. അപ്പം അവരെ വിളിക്കുന്നതിനിടയിൽ ഞങ്ങളെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ അച്ഛൻ്റെ പെങ്ങളുടെ വീട്ടിൽ നിന്നായിരുന്നു ചായ ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ എത്തുമ്പോഴത്തേക്ക് അവരുടെ ചായയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളും ചായയൊക്കെ കുടിച്ചിട്ടാണ് വരുന്നത്. ഏകദേശം ഒരു 11:30 ആയിട്ടുണ്ട് ഞങ്ങളവിടെ എത്താൻ വേണ്ടിയിട്ട്. അവർ നിർബന്ധിച്ചപ്പോൾ ഞങ്ങൾ അവിടുന്ന് ചായയൊക്കെ കുടിച്ച് പിന്നെ ഈ നടന്നു പോകുന്നത് വേറെ എവിടേക്കും അല്ല, എൻ്റെ സ്വന്തം വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ അവർക്കൊന്ന് വീടൊക്കെ കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ചിട്ട് കൂട്ടുന്നതാണ്. അല്ലാതെ കാര്യമായിട്ടുള്ള സൽക്കാരമൊന്നും അവിടെ നടന്നിട്ടില്ല. കാരണം അവർ വര നിറച്ചും അവിടെ നിന്നും ഇനി വര നിറച്ച് കഴിക്കാനും ബാക്കിയുണ്ട് തറവാട്ടിന്ന്. അപ്പൊ ഇവിടുന്ന് ജസ്റ്റ് ഒരു ജ്യൂസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ അവിടുന്ന് ജ്യൂസും കുടിച്ച് ഞങ്ങൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരികയാണ്. ഒരു ഇടവഴിയിലൂടെ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ വീടെത്തും കേട്ടോ. അവിടുന്ന് നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ അച്ഛൻ്റെ സ്വന്തം വീടും ഞങ്ങളിപ്പോൾ എടുത്തിട്ടുള്ള വീടുമായിട്ട്. അപ്പോൾ പിന്നെ അച്ഛൻ്റെ തറവാടിൻ്റെ അപ്പുറത്ത് തന്നെയാണ് അച്ഛൻ്റെ പെങ്ങളുള്ളത്. പിന്നെ അച്ഛൻ, പിന്നെ ഒരു പെങ്ങളുള്ളത് ചോറോടാണ്. അങ്ങനെ അവർ 4 മക്കള്. തറവാട്ടിൽ ആപ്പനും ആപ്പിയും അച്ഛമ്മയും 2 പിള്ളേരുമാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ വരുന്ന വഴിയിൽ ഒരു പപ്പിക്കുട്ടീനെ കണ്ടിട്ട് വസൂത് അതിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വസുവിനൊന്നും അതിനിടത്തിട്ട് ഇങ്ങനെ പൊറാട്ട മാവ് കുഴക്കുന്നത് പോലെ കുഴച്ചാലോ എന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷെ അവരും ഗേറ്റ് തുറന്നില്ല, നമ്മൾ ഗേറ്റ് തുറക്കാൻ സമ്മതിച്ചില്ല കേട്ടോ. വസു ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നുണ്ട്. അതിനെ കണ്ടിട്ട് വസു കളിക്കുന്ന എന്തോ സാധനമാണെന്നാണ്, ഈ ജീവനുള്ള കളിക്കുന്നൊരു സാധനം. അപ്പൊ കുറച്ചധികം നേരം തന്നെ വസു അവിടെ നിന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ തിരിച്ചത് വീട്ടിലെത്തുമ്പോഴത്തേക്കും ബിരിയാണി ചെമ്പ് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നേ. ആപ്പനും എൻ്റെ അച്ഛൻ്റെ പെങ്ങളും ആപ്പിയും അമ്മയും എല്ലാവരും കൂടെ ഉണ്ട് ബിരിയാണി ചെമ്പ് പൊട്ടിക്കുന്നതിനിടയിൽ. അപ്പോഴത്തേക്കും അവർ ഭക്ഷണം കഴിക്കുന്ന ടേബിളൊക്കെ സെറ്റ് ചെയ്തും ഒക്കെയാണ്. ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്താൻ കുറേ ഉണ്ടാവും. ആപ്പൻ അതിനിടക്ക് സ്റ്റൈൽ ഉണ്ടോയെന്നൊന്നും നോക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതാണ് കേട്ടോ എൻ്റെ അച്ഛമ്മ, എൻ്റെ ആപ്പൻ്റെ മോൻ, എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മോൻ. അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ. നമ്മൾ കസിൻസ് ഒക്കെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ വാതിക്കൽ ശൂന്യമായിടത്ത് എല്ലാവരും വന്നിരുന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് കുറേ നേരം ഇരുന്ന് സംസാരിച്ച് ഒരു 2 മണിയോടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഭക്ഷണം കഴിച്ച് തുടങ്ങാൻ വേണ്ടിയിട്ട്. വസുവിനെ പിന്നെ ഇവരെല്ലാവരും കൂടെ ഇങ്ങനെ നോക്കുന്നത് കൊണ്ട് എനിക്ക് നല്ല ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റിയിട്ടുണ്ട് കുറേ സമയം. അതുകൊണ്ട് എനിക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നോ ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ എല്ലാവരും ഇരുന്ന് കുറേ നേരം സംസാരിച്ച്. ലാലോട്ടിന് അതിനിടയിൽ എവിടെയോ മുങ്ങിയിട്ട് പൊങ്ങിയതാണ്. അവിടെ അടുത്ത് ഏതൊരു ഫ്രണ്ടിൻ്റെ അടുത്തൊക്കെ പോയിട്ട് വന്നതാണ്. സംസാരിച്ച് ഒരുപാട് സംസാരിച്ച് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നതാണ്. അച്ഛനുണ്ടെങ്കിൽ തന്നെ എനിക്ക് പകുതി ആശ്വാസമാണ് വസുവിനെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾക്ക്. കാരണം അച്ഛൻ അങ്ങ് കൈകാര്യം ചെയ്തോളും വസുവിനെ വളരെ നീറ്റായിട്ട്. അപ്പോൾ വസുദ അവരോടൊക്കെ ഇങ്ങനെ ഓരോന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി കേട്ടോ. അപ്പം ആദ്യത്തെ ട്രിപ്പ് അവരെല്ലാവരും ഫാമിലി ആയിട്ടിരുന്നു. ഞാൻ അതിനിടയിൽ എൻ്റെ കുട്ടികൾക്ക് വിശക്കുന്നുണ്ടായിരുന്നു. ഞാൻ വസുവിന് ചോറ് കൊടുത്തു. അപ്പോൾ സാൻവിയും പിള്ളേരും ഒക്കെ നിലത്തിരുന്നിട്ടാണ് കേട്ടോ ഭക്ഷണം കഴിച്ചത്. വസുവിന് പിന്നെ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വൃത്തിയാക്കാൻ 2 ആൾ വേണ്ടി വരും. അതുകൊണ്ട് വസുവിന് അവിടുന്ന് കൊടുത്തില്ല. പിന്നെ ലാലോട്ടനും ദിവ്യാപ്പനും നാരായണാപ്പനും അച്ഛനും ഇതിലാട്ടനും ഒക്കെ ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ച് ഓരോരുത്തർ ഊഴം കഴിഞ്ഞ് പിന്നെ നമ്മളുടെ ഊഴായി കേട്ടോ. അപ്പോഴത്തേക്കും വിശന്ന് നല്ല കൊട്ടല് കരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ നമ്മൾ കഴിക്കാനിരുന്നേ. ഞാൻ കഴിക്കുന്നതിന്റെ വീഡിയോ എനിക്ക് ആരും എടുത്ത് തന്നില്ല എന്ന് തോന്നുന്നു. അതിനിടയിൽ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നേ. ഞാനും ശിവാനിയും ഒക്കെ ഇരുന്നിട്ടാന്ന് തോന്നുന്നു കഴിച്ചത്. പിന്നെ ഇതാ ലാസ്റ്റ് പന്തി ഇവരിരുന്നു കേട്ടോ. ഇവര് പിന്നെ എണീക്കാൻ കുറച്ചധികം തന്നെ സമയം എടുത്തിട്ടുണ്ട് കേട്ടോ. കഥ പറഞ്ഞ് ഇവരങ്ങേ അറ്റം വരെ കഥ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാവരുടെയും ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പിന്നെയും കുറച്ചു നേരം അവിടെ ഇരുന്ന് ഞാനൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ തിരിച്ചു വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ കിങ്ങണിയും വീട്ടുകാരും നമ്മുടെ എല്ലാവരെയും ഫുഡ് കഴിഞ്ഞതിന് ശേഷം ടാറ്റയും പറഞ്ഞ് അവർ പോയി. അതിനുശേഷം ഞാൻ കിടന്നങ്ങോട്ട് ഉറങ്ങി. ലാലോട്ടം പോയി കേട്ടോ. പിന്നെ ഞാനൊരു ഓട്ടവും വിളിച്ചിട്ടാണ് മാക്കൂലേക്ക് പോയത്. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ വീടും വീട്ടുകാരും അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പം നമ്മളുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളെപ്പോലെ ഒരു സാധാരണക്കാരിയാണ് ഞാൻ. എൻ്റെ ചെറിയ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ ശരി, ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ബൈ.